പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ ഹിറ്റ്ലറാക്കി CPM ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി. ദുരിതത്തിൽ അകപ്പെട്ട വയനാട് ചുറ്റി നടന്ന് കണ്ടു. ദുരിതബാധിതരെ നേരിട്ട് പോയി കണ്ടു. ക്യാമ്പ് സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആളുകളെ കണ്ടു. അക്കൂട്ടത്തിൽ 3 വയസ്സുകാരി നൈസമോളെ അദ്ദേഹം ആലിംഗനം ചെയ്യുകയും നൈസമോൾ അപ്പൂപ്പൻ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ താടിയിൽ പിടിക്കുകയും കണ്ണടയിൽ പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്തു. നമ്മളൊക്കെ അത് ഏറെ തവണ ആ ദൃശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. ആ ദൃശ്യങ്ങൾ ഓരോ മലയാളിയും വളരെ ഇഷ്ടത്തോടെ കണ്ടത് തന്നെയാണ്. മോദിജി വളരെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ആ മകളെ തലോടിയതും ആലിംഗനം ചെയ്തതും എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് നമുക്ക് ഇഷ്ടം. പക്ഷേ അദ്ദേഹം ഹിറ്റ്ലർ ചെയ്ത അതേ നടപടി ആവർത്തിക്കുകയായിരുന്നു എന്ന് CPM കണ്ടെത്തിയിരിക്കുന്നു. ഹിറ്റ്ലർ ജൂത പെൺകുട്ടിയെ ചേർത്ത് നിർത്തി ആശ്ലേഷിക്കുന്ന 2 ചിത്രങ്ങളാണ് CPM ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത്. ജൂത പെൺകുട്ടിയെ ഹിറ്റ്ലർ ആശ്ലേഷിക്കുകയും ജൂത സമൂഹത്തോട് ഹിറ്റ്ലറിന് വിദ്വേഷമില്ല എന്ന് നാസികൾ പ്രചരിപ്പിക്കുകയും ചെയ്തതിന് സമാനമായാണ് അല്ലെങ്കിൽ സമമാണ് സംഘികൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. നരേന്ദ്രമോദിക്ക് മുസ്ലിം വിരോധമില്ല അല്ലെങ്കിൽ RSSന് മുസ്ലിങ്ങളോട് വിരോധമില്ല എന്ന തരത്തിലുള്ള സംഘികളുടെ പ്രചാരണം. എന്നിട്ട് CPM ചോദ്യം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. 3 തവണ പ്രധാനമന്ത്രിയായിട്ടും മുസ്ലിം വിരോധം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് ഗോതകളിലൊക്കെ മുസ്ലിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന മോദി ഇവിടെ വന്ന് ഈ വാത്സല്യ പ്രകടനം നടത്തുന്നതിന് പിന്നിലും ചില ലക്ഷ്യങ്ങളില്ലേ, ഗൂഢതന്ത്രമില്ലേ എന്ന് CPM എടുത്തു ചോദിക്കുന്നുണ്ട്. ചോദ്യം കൃത്യമാണ്, കൃത്യമാണ്. ശരിയാണ്, അങ്ങനെ ചിന്തിച്ചുകൂടെ നമുക്ക്? മോദിജി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിങ്ങളെ അടച്ച് ആക്ഷേപിച്ചിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ പേരിനെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? എന്തിന് ചിലയിടങ്ങളിൽ പേരെടുത്തു പറഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തുകയില്ലെന്ന് തന്നെ. അപ്പോൾ ഈ സ്നേഹം കപടമല്ലേ, കാപട്യമല്ലേ? ഈ വാത്സല്യത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, സത്യമുണ്ടോ? ഈ വാത്സല്യം ഒരു കപട സ്നേഹത്തിൻ്റെ പ്രകടനമല്ലേ? ഇത് തന്നെയല്ലേ ഹിറ്റ്ലറും ചെയ്തത്? ഹിറ്റ്ലർ ആ പെൺകുട്ടിയെ ആശ്ലേഷിക്കുന്നു. ഒപ്പം മറുവശത്ത് എന്തു ചെയ്യുന്നു? ആയിരക്കണക്കിന് ജൂതന്മാരെ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തളച്ച് കൊല്ലുന്നു. അതുപോലെ കൊല്ലാക്കൊല ചെയ്യുന്നു. പല മാതൃകയിൽ, പല രീതികളിൽ, ഗ്യാസ് ചാമ്പറുകളിൽ, അങ്ങനെ പല തരത്തിൽ കൊല്ലാക്കൊല ചെയ്യുന്നു. ജൂതന്മാരെ കൊന്നൊടുക്കുന്നു ഹിറ്റ്ലർ. അതുപോലെ തന്നെയല്ലേ മുസ്ലിം വിരോധം മോദി സർക്കാരും ചെയ്യുന്നത്? ഗുജറാത്ത് കലാപം മുതൽ ഇങ്ങോട്ട് നോക്കൂ, ബിൽക്കിസ് ബാനുമാരെ നോക്കൂ, എത്ര സംഭവങ്ങൾ. മോദിജി ചെയ്യണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തൊക്കെ ചെയ്യുന്നു? പശുക്കളുടെ പേരിൽ എന്തൊക്കെ ചെയ്യുന്നു? പശുവിനെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പശു കള്ളക്കടത്ത് നടത്തിയെന്ന പേരിൽ എത്ര പേരെയാണ് കൊല ചെയ്യുന്നത്? എത്ര മുസ്ലിം നാമധാരികളെയാണ് കൊല്ലുന്നത്? മുസ്ലിം പേര് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം എത്ര പേർക്കാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ? എന്തിന്? അയോധ്യയിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിലല്ലേ എന്തെങ്കിലും മാറ്റവും ഉണ്ടായത്? ഇതൊക്കെ CPM ആ ഒരൊറ്റ ചിത്രം ചൂണ്ടിക്കാണിച്ച് ചോദിക്കുന്നുണ്ട്. ശ്രീ നരേന്ദ്രമോദിജി അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ ഭാരവാഹികളൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും. തീർച്ചയായും ആ ചിത്രം അത്രമാത്രം ഹൃദയഭേദകമാണ്. നമുക്ക് വാത്സല്യം തുളുമ്പുന്ന ഒരു ചിത്രമായി തോന്നാം. പക്ഷേ ആ ചിത്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ആ ചിത്രം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ആ ചിത്രത്തിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു വലിയ കപടതയും ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കപടത മറനീക്കി പുറത്തു കൊണ്ടുവരാൻ ഒരൊറ്റ ശക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് CPMന് മാത്രം. അത് CPM ചെയ്തു. അത് ഇപ്പോൾ വളരെ കേരളം മുഴുവൻ അത് പ്രചരിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ തീർച്ചയായും കേരളം അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായും മോദിജിയുടെ ഓഫീസിലും സംഘപരിവാർ ഓഫീസുകളിലും ഇതിനകം തന്നെ CPMൻ്റെ ഈ പാംലെറ്റുകൾ എത്തിയിട്ടുണ്ടാകണം.